ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയ യൂട്യൂബ് ചാനലായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളെ പഴയ ചാനല് ഗൂഗിളുകാർ ഡിലീറ്റ് ആക്കിയായിരുന്നു. ഇമെയിൽ ഡിലീറ്റ് ആക്കിയപ്പം വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബിലെല്ലാം പോയി. അപ്പോൾ ഈ മുന്നേന്നാണ് എന്നിപ്പോൾ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇതിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ് കൊണ്ട് നമ്മളിന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കോൺ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കോൺ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ കോണിൻ്റെ തോലൊക്കെ നന്നായിട്ട് ഒഴിച്ച് വാങ്ങുകയാണ്. 2 സാധനം ഉണ്ട് കേട്ടോ, 2 എണ്ണത്തിനും അതുപോലെ ചെയ്യണം. അപ്പം എന്നെ കൊണ്ട് ഒത്തിരി പറ്റില്ല. അതുകൊണ്ട് ഞാനത് എൻ്റെ അമ്മയെ വിളിച്ചിട്ട് കഴുകി എടുക്കുകയാണ്. ആ തൊലിയൊക്കെ നന്നായിട്ട് വിളിച്ചെടുത്ത് അതിനുശേഷം നന്നായിട്ട് അത് കഴുകി എടുക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും ഓരോ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് കൊള്ളൂല, അതുകൊണ്ട് കളയാണ്. ഭയങ്കര പാടാണെന്ന് തോന്നുന്നു കട്ട് ചെയ്യാൻ. അകത്തെ സംഭവം ഭയങ്കര പാടാണ് കേട്ടോ കട്ട് ചെയ്യാൻ. സംഭവം ഈ വെള്ള സാധനം അതാണ് കട്ട് ചെയ്യാൻ വരാത്തത്. അപ്പൊ നമുക്ക് ഈ ചെറിയ പിച്ചാത്തി ആയതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ വരാത്തത്. അപ്പൊ നമുക്ക് വലിയ പിച്ചാത്തി എടുക്കാം. എന്നാലും പാടാണ് കട്ട് ചെയ്യാൻ. ഓരോന്നും ഓരോ അളവിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. സംഭവം ഭയങ്കര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക്. അത് നമുക്ക് വേവിക്കാം. അതിന് വേണ്ടിട്ട് നമ്മള് ഒരു ഇഡ്ഡലി പാത്രത്തില് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓണാക്കാം. ശേഷം നമുക്ക് ഈ കോണക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ അതിനൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം കുറച്ചൊരു 5 മിനിറ്റ് വേണോ നോക്കാം. അപ്പോൾ അതിന് തുറന്നു നോക്കിയപ്പോൾ കണ്ടിട്ടില്ല, തിളയ്ക്കുന്നു, വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അതിന് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മല്ലിയില, കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലെക്സ്, പിന്നെ ഗാർലിക്, അങ്ങനത്തെ വെളുത്തുള്ളി ആട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ള മസാലകളാണ് ഇത്. അപ്പൊ അത് സോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. നല്ല ഓറഞ്ച് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് അല്ല, മഞ്ഞയും ഓറഞ്ചും കളർ വന്നിട്ടുണ്ട്. ആവി പറക്കുന്നതുണ്ടോ നല്ല ചൂടവിടെ. ആ കോണിന് വേണ്ടി തന്നെ ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം. ആ പാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മുളക് പൊടി, ചില്ലി ഫ്ലെക്സ്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, അത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാൻ കിട്ടും. ഇനി കുറച്ച് തക്കാളി സോസ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് കോണൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അതിന് മഞ്ഞളിട്ടൊന്ന് വന്നു കേട്ടോ വീഡിയോയിലേക്ക്. നല്ല കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടൊക്കെ ഉണ്ട്. കഴിക്കാൻ എങ്ങനെയെന്ന് അറിഞ്ഞില്ല. നമുക്കപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. ചൂടുണ്ട് കേട്ടോ.
സംഭവം പൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റാണ് കേട്ടോ. നല്ല സോസും എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, മസ്റ്റായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ആയിട്ട് ബൈ.